ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മുടെ അപ്ഡേറ്റ്സിന് ശേഷം നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു കോൺട്രാക്ട് പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൽ നമുക്ക് ഫ്രീ ഷോർട്ട് ടൈം ബ്ലിറ്റ്സ് നെയ്മറിനൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഷിമിഹ് പറഞ്ഞ പ്ലെയറും ഉണ്ട്, പിന്നെ നമ്മുടെ ലീക്കാങ് എന്ന് പറഞ്ഞ PH പ്ലെയറുണ്ട്. സോ 3 പ്ലേയേഴ്സും ഒരു ആക്ച്വലി കിടിലൻ പ്ലേയേഴ്സാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ അവരൊക്കെ ബെസ്റ്റ് പ്ലെയർ പ്രൊഡക്ഷനും ആഡ് സ്കില്ലിംഗ് പറഞ്ഞു തരിക. അതുപോലെ തന്നെ നമുക്ക് സെലിബ്രേഷൻ ചെയ്യണ പ്ലേയേഴ്സിൻ്റെ വെച്ചാൽ ഒരു സെലിബ്രേഷൻ ബേസ്ഡ് ആയിട്ടൊരു നോമിനേറ്റും പാക്കും നമ്മുടെ ഗെയിമിലേക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് പാൾമർ, മാർട്ടീനസ്, അതുപോലെ തന്നെ ഡിബാല എന്നീ കിടിലൻ പ്ലേയേഴ്സൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഇവരുടെയും ബെസ്റ്റ് പ്ലെയർ പ്രൊഡക്ഷൻ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വന്ന പാക്ക് ഉണ്ടല്ലോ നമ്മുടെ ബെക്കൻ പോറൊക്കെ, അത് കിടിലൻ പാക്കാണ്. അതിൻ്റെ പ്ലെയർ പ്രൊഡക്ഷൻ നമുക്ക് ലാസ്റ്റ് ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാക്ക് കിട്ടുക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മാച്ചസ് ഒക്കെ കളിച്ചിട്ട് ആ ഒബ്ജക്റ്റീവ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാൽ മതി. നമുക്ക് അത് ഓപ്പൺ ആവുക ഈ മാസം 19-ാം തീയതിയാണ്, ഫെബ്രുവരി 19-നാണ് നമുക്കത് കിട്ടുള്ളൂ. സോ അതിൽ 3 പ്ലേസും കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമുക്ക് നെയ്മറിൻ്റെ തന്നെ തുടങ്ങാം. സോ നെയ്മറിനെ നോക്കുകയാണെങ്കിൽ ഗൈസ്, നമുക്ക് നെയ്മറിൻ്റെ ഇവിടെ 2 പൊസിഷനിലാണ് ഞാൻ പ്രോഗ്രഷൻ പറഞ്ഞു തരുന്നത്. ഒരെണ്ണം ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിട്ടും ഒരെണ്ണം AMF ആയിട്ടും. അപ്പോൾ അതിന് നമുക്ക് ലെഫ്റ്റ് വിങ് ഫോർവേഡിൻ്റെ എടുക്കാം. സോ ലെഫ്റ്റ് വിങ് ഫോർവേഡ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ കൊടുത്ത പ്രോഗ്രഷൻ ഷൂട്ടിങ് 10, പാസിങ് 2, ഡ്രിബിളിങ് 6, ഡിക്സ്റ്റാരിറ്റി 6, ലോ ബോൾ സ്ട്രെങ്ത് 12 ആണ്. അപ്പോൾ ഇതിൽ കിടിലം സ്റ്റാറ്റ്സ് ആണ് വരുന്നത്. ആൾക്ക് പിന്നെ കൊടുത്തന്നെ ബൂസ്റ്റർ സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് ആട്ടോ ഇതിൽ. അപ്പോൾ ഇത് ലെഫ്റ്റ് വിങ് ഫോർവേഡിക്കുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒഫൻസീവ് അവേർനെസ് 81 ഉണ്ട്, ബോൾ കൺട്രോൾ 96 ഉണ്ട്, ഡ്രിബിളിങ് 93 ഉണ്ട്, ടൈറ്റ് പൊസിഷൻ 95 ഉണ്ട്. അപ്പോൾ ഡ്രിബിളിങ്ങിൻ്റെ സെക്ഷനിക്ക് ഒരു ആക്ച്വലി കിടിലൻ സ്റ്റാറ്റ്സ് തന്നെയാണ് ഓവർക്ക് വരുന്നത്. പിന്നെ ലോഫ്റ്റഡ് പാസും 83, 82 ആണ്. ഫിനിഷിങ് 91 കിട്ടുന്നുണ്ട്, സെറ്റ് പീസ് 90, കേൾ 95. സോ കിഡിലാണ് ഒരു ആക്ച്വല ബ്ലിറ്റ്സ് അടിക്കാൻ പറ്റിയൊരു സ്റ്റാറ്റ്സ് തന്നെയാണിത്. പിന്നെ സ്പീഡ് 91 ഉണ്ട്, ആക്സലേഷൻ 90, കിക്കിംഗ് പവർ 90, ബാലൻസ് 90, സ്റ്റാമിന 88. അപ്പോൾ അത്യാവശ്യം രീതിയിലുള്ള ഫുൾ ടൈം ഒക്കെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റ്സാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കണ്ടിട്ട് അടിപൊളി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 19 കിട്ടുമ്പോൾ, അപ്പോൾ 19-ാം തീയതിക്ക് മുന്നേ ഒന്ന് നോക്കി വെച്ചോ, ഒന്ന് ഡിസൈഡ് ചെയ്യാലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു നെയ്മറൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബിഗ് ടൈം നെയ്മറൊക്കെ വന്നില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ പോകണ്ട. അതുപോലെ തന്നെ മറ്റേ ബ്രസീലിലെ മറ്റേ നെയ്മറൊക്കെ ഉണ്ടെങ്കിൽ ഇത് മറ്റേ തന്നെയാണ് ബെറ്റർ. ഓക്കെ, ഈ നെയ്മർ അതൊന്നും ഇല്ലെങ്കിൽ നെയ്മറിൻ്റെ എടുക്കണമായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. ആൾക്ക് ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലാപ്പ്, മാർസ് റിട്ടേൺ, സാംബേറോ, കട്ട് ബിഹൈൻഡ് ടേൺ ഉണ്ട്, ലോങ് റേഞ്ച് ഡ്രൈവ് ഉണ്ട്, ലോങ് റേഞ്ച് കേർലർ ഉണ്ട്, നോ ലുക്ക് പാസ് ഉണ്ട്, പെനാൽറ്റി സ്പെഷ്യലിസ്റ്റാണ് ഗെയിം ഷോപ്പ്. ഇനി ഒരു മാർസ് റിട്ടേൺ കൊടുക്കുക, അതുപോലെ തന്നെ റേസിംഗ് ഷോട്ട് കൊടുക്കുക, ത്രൂ പാസിങ് കൊടുക്കുക, 1 ടച്ച് പാസ് കൊടുക്കുക, അതൊക്കെ കൊടുത്താൽ മതി, സെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സെറ്റ് കാർഡാണ്, നിങ്ങളെന്തായാലും എടുക്കേണ്ട ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും. ഇനിയിപ്പോൾ നെയ്മറിനെ നമുക്ക് AMFന് വെച്ച പ്ലെയർ പ്രൊഡക്ഷൻ എന്തായാലും നോക്കി നോക്കാം. സോ AMFന് ഇതിൽ കുറച്ച് പാസിയും കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുത്തിട്ടുള്ള പ്രോഗ്രഷൻ ആട്ടോ. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ബോൾ ക്യാരിങ് പറഞ്ഞ ബൂസ്റ്ററാണ്. ഇതിലാൾക്ക് ഷൂട്ടിങ് 7 ഉണ്ട്, പാസിങ് 10 ഉണ്ട്, ഡ്രിബിളിങ് 2 ഉണ്ട്, ഡിസ്ചാരിറ്റി 5 ഉണ്ട്, ലോ ബോൾ സ്ട്രെങ്ത് 12 ഉണ്ട്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും ഇതിൽ വരുന്നുണ്ട്. ബോൾ കൺട്രോൾ 91, ഡ്രിബിളിങ് 90, ടൈറ്റ് പൊസിഷൻ 92, ലോ പാസ് 92, ലോഫ്റ്റഡ് പാസ് 91. സോ പാസിംഗ് സെക്ഷനും ഡ്രിബിളിങ്ങും സെറ്റാണ്. അതുപോലെ തന്നെ ഫിനിഷിങ് 87 ഉണ്ട് AMF കളിപ്പിച്ചിട്ട്. അതുപോലെ തന്നെ സെറ്റ് പീസ് 87, കേൾ 92. സോ സെറ്റ് തന്നെയാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. AMFൽ പക്കയായിട്ട് തന്നെ ബ്ലിറ്റ്സൊക്കെ അടിക്കുന്ന വെച്ച സ്റ്റാറ്റ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്പീഡ് 92, ആക്സലേഷൻ 88, കിക്കിംഗ് പവർ 90, ബാലൻസ് 91, സ്റ്റാമിന 88. അപ്പോൾ സെറ്റ് തന്നെയാണ്, ഒരു രക്ഷയില്ല. നിങ്ങളെന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് ഈ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ അടുത്ത പ്ലെയറാണ് നമ്മളുടെ സെൻട്രൽ ഫോർവേഡ് സിമിഹ് എന്ന് പറഞ്ഞിട്ട്. സിമിക്സ് ആൾ ഒരു തുർക്കിഷ് പ്ലെയറാണ്, സെൻട്രൽ ഫോർവേഡാണ് സംഭവം. പക്ഷേ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഇതേ ലോക്കൽ പ്ലെയർ വിചാരിച്ചു, ബട്ട് ഇയാളുടെ സ്റ്റാറ്റ്സ് വെച്ചാൽ ഒരു രക്ഷയില്ല, കിടില സ്റ്റാറ്റ്സാണ് വന്നിരിക്കുന്നത്. സോ ഞാനിപ്പോൾ ആൾക്ക് കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ വന്നിട്ട് സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻറ്റ് പറഞ്ഞ ബൂസ്റ്ററാണ്. അതുപോലെ തന്നെ ആൾക്ക് വന്നിരിക്കുന്ന പ്ലെയർ പൊസിഷൻ വന്നത് ഷൂട്ടിങ് 7, ഡ്രിബിളിങ് 7, ഡിസ്ചാരിറ്റി 9, ലോ ബോൾ സ്ട്രെങ്ത് 9, ഏരിയൽ 2 ആണ്. സോ ഇതിലാൾക്ക് ഒഫൻസീവ് അവയർനെസ് 90 ഉണ്ട്, ബോൾ കൺട്രോൾ 93 ഉണ്ട്, ഡ്രിബിളിങ് 92 ഉണ്ട്, ടൈറ്റ് പൊസിഷൻ 90 ഉണ്ട്. അപ്പോൾ ഡ്രിബിളിങ് സെക്ഷൻ സെറ്റാണ്, ഒരു രക്ഷയില്ല. ഫിനിഷിങ് നമ്മളൊരു 92 ആക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കട്ടെ. ഞാൻ ഒരു എല്ലാം കൂടി ഒരുമിച്ചൊരു സാധനം സെറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹെഡിങ് 74, കിക്കിംഗ് പവർ പ്ലേസ് കിക്കിങ് 71, കേള് 74, കുഴപ്പമില്ല. അതിൽ സ്പീഡ് 92 ഉണ്ട്, ആക്സലേഷൻ 94 ഉണ്ട്, കിക്കിംഗ് പവർ 83, ജമ്പ് 83, ബാലൻസ് 87, സ്റ്റാമിന 87. അപ്പോൾ ഫുൾ ടൈം കുഴപ്പമില്ലാണ്ട് കളിപ്പിക്കുക. സ്പീഡ് ആക്സലേഷനൊക്കെ സെറ്റാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല സബ്ബൊന്നും ഇല്ലെങ്കിൽ, അത്യാവശ്യം നല്ല സ്ട്രൈക്കർ ഉണ്ട്, സബ്ബൊന്നും ഇല്ലെങ്കിൽ ഇയാൾ പിടിച്ചോ, ഒരു രക്ഷയില്ല പറയാം. ഞാൻ എന്തായാലും ഇയാളെടുക്കാനാണ് പോകുന്നത്, കാരണം നെയ്മർ ഓൾറെഡി ഉണ്ട് നമുക്ക് 2 സോ ഇയാളെടുത്താലൊന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും സെറ്റാണ്. ആൾക്ക് CCR ഫൈൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ടച്ച്, കട്ട് ബിഹൈൻഡ് ടേൺ, സ്റ്റെപ്പ് ഓൺ, അതേത്തെ സാധനം, ലോങ് റേഞ്ച് ഡ്രൈവ് ഉണ്ട്, ഡിപ്പിംഗ് ഷോട്ട് ഉണ്ട്, ആക്രോബാച്ച് ഫിനിഷിംഗ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട്,
ട്രാക്ക് ബാക്ക് ഉണ്ട്, സൂപ്പർ സബ്ബാണ് ആൾ. പിന്നെ ഓക്കെ, അതാണ് ഞാൻ വേണ്ടിയിട്ടുണ്ട്, സൂപ്പർ സബ്ബാണ്. ഇതിലേക്ക് ആൾക്ക് വേണമെങ്കിൽ ഒരു റേസിങ് ഷോട്ട് കൊടുക്കുക, ലോങ് റേഞ്ച് ഷൂട്ടിങ് കൊടുക്കുക, 1 ടച്ച് പാസ് കൊടുക്കുക, ത്രൂ പാസിങ് ഒക്കെ കൊടുത്തോ, പാസ്സൊക്കെ ഇടുമ്പോൾ സെറ്റ് ആയിക്കണം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. സെറ്റ് കാർഡുണ്ട് ഇപ്പോൾ ഷിമിഹ് എന്ന് പറഞ്ഞ പ്ലെയർ. ഇനി അടുത്ത പ്ലെയറാണ് നമ്മുടെ PSG പ്ലെയറായ ലീ കാങ് ഇൻ. സോ ലീ കാങ് ഇൻ നല്ലൊരു വിങ്ങറാണ്, ഒരു രക്ഷയില്ല. ആൾ വന്നിരിക്കുന്ന ഫിനോൽ പാസ് പറഞ്ഞ സ്കില്ലാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാൻ കൊടുത്തിരിക്കാൻ ബൂസ്റ്ററാണ്, സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആൾ റൈറ്റിംഗ് ഫോർവേഡ് ആയിട്ടാണ് കളിക്കുക, റൈറ്റ് മിഡ്ഫീൽഡ് കളിക്കും, സെൻറ്റർ ഫോർവേഡ് അല്ല SS AMF കളിക്കും കേട്ടോ, കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ഇതിലേക്ക് ആൾക്ക് കൊടുത്തിട്ട് പ്രോഗ്രഷനാണ് 8 ഷൂട്ടിങ്, 4 പാസിങ്, ഡ്രിബിളിങ് 8, ഡിസ്ചാർജ് 6, ലോ ബോട്ട് സ്ട്രെങ്ത് 12. സോ സെറ്റാണ്, ഒരു രക്ഷയില്ലാത്ത പ്രോഗ്രഷനാണ്. ഇതിൽ നല്ല സ്റ്റാറ്റ്സാണ് ആൾക്ക് വരുന്നത്. ഡ്രിബിൾ സെക്ഷൻ, ഫിനിഷിങ്, കേൾ ടൈപ്പ്, അതുപോലെ തന്നെ സ്പീഡ്, സ്റ്റാമിന എല്ലാം ഉണ്ട് കേട്ടോ ആൾക്ക്. 86 ആളുടെ ഒഫൻസീവ് അവയർനെസ്, അതുപോലെ തന്നെ ബോൾ കൺട്രോൾ 95, ഡ്രിബിളിങ് 91, ടൈറ്റ് പോസ് 94, ലോ പാസ് 91, ലോഫ്റ്റഡ് പാസ് 85, ഫിനിഷിങ് 84, പ്ലേസ്റ്റിക്കിങ് 85, കേൾ 91, സ്പീഡ് 91, ആക്സലേഷൻ 90, കിക്കും പുല്ല് കിമ്പർ 94, ബാലൻസ് 84, സ്റ്റാമിന 90. ഗൈസ് ഒരു രക്ഷയില്ല, എല്ലാം നിരച്ച് കിടക്കുന്നുണ്ട്. ഒരുമാതിരി മെസ്സിയുടെ ഒക്കെ സ്റ്റാറ്റ്സ് പോലെ. മെസ്സി ചെയ്യാനായിട്ട് ഇതാണ്, എന്നാലും ആ രീതിയിലൊരു ടച്ചിൽ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു വിങ്ങർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തോ, ഒരു രക്ഷയില്ല പറയാം. ഇനിയിപ്പോൾ റൈറ്റിംഗ് ഫോർവേഡ് കളിപ്പിക്കുക, ലെഫ്റ്റിംഗ് ഫോർവേഡ് ഒക്കെ കളിപ്പിക്കുക, ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, പൊസിഷൻ ബൂസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ സെറ്റാണ്. മെയിൻ പറഞ്ഞാൽ റൈറ്റിംഗ് ഫോർവേഡ് ആണ്, ഒരു റോമിംഗ് ഫ്ലാങ് ആണ് കേട്ടോ. അപ്പോൾ ടോപ്പ് കടഞ്ഞാണ്, കണ്ടില്ല സ്റ്റാറ്റ്സ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ ആൾക്ക് വന്നിട്ട് സ്കിൽസ് പറയുന്നത് ഡബിൾ ടച്ച്, മാസ് റിട്ടേൺ, പിന്നെ 1 ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസിങ്, പിൻ പോയിൻറ്റ് ക്രോസിങ്. അപ്പോൾ ഇതിലേക്ക് 1 ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസിങ് കൊടുക്കുക, അത് ത്രൂ പാസിങ് ഉണ്ട്, സോറി, മാസ് റിട്ടേൺ ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിങ്, ലോങ് റേഞ്ച് കേറിലർ, റേസിംഗ് ഷോട്ട് കൊടുക്കുക, പിൻ പോയിൻറ്റ് ക്രോസിങ് കൊടുത്തോ, അത് കൊടുത്തോ സെറ്റായിരിക്കും കേട്ടോ. ഗെയിംമാൻഷിപ്പും കൊടുത്തോ, ആ ഗെയിംഷിപ്പ് ഓൾറെഡി ഇല്ല, അപ്പോൾ അത് കൊടുക്കണ്ട. അപ്പോൾ ഇത്രയും കൊടുത്താൽ മതി, സെറ്റാണ് ആൾ. ഒരു രക്ഷയില്ലാത്ത സ്റ്റാറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ 3 പേരും ഒരു രക്ഷയില്ല, കിടിലിന് ആൾ പറയാം. നിങ്ങളുടെ ഇതിലത്തെ ടാർഗറ്റ് ആരാന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ഇട്ട് നിങ്ങൾ ആരും എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് എന്തായാലും അടുത്തത് ഇന്ന് വന്ന പാക്ക് ഉണ്ടല്ലോ, ഇന്ന് വന്ന പാക്കത്തെ പ്ലേയേഴ്സിൻ്റെ പ്രൊഗ്രഷൻ കാര്യങ്ങളൊക്കെ. ഇന്ന് നമ്മുടെ ബെക്കൻബൂർ വന്നിട്ട്, ഫെറർ വന്നിട്ട്, പിന്നെ നമ്മളുടെ ആ ജപ്പനീസ് പ്ലെയർ ഉണ്ട്, എന്തായിരുന്നു അവൻ്റെ പേര്, ഒരു അയച്ചു തുടങ്ങുന്ന പ്ലെയറാണ്. നമുക്ക് എന്തായാലും നോക്കാത്. അപ്പോൾ ഇതിൽ നമ്മുടെ ബെക്കൻബോറിൻ്റെ സ്റ്റാറ്റ്സ് തന്നെ ആദ്യം പറയാം. സോ ബെക്കൻബോർ വന്നിരിക്കുന്നത് ബിൽഡപ്പ് ആയിട്ടാണ്. ആൾക്ക് ഷെഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ബൂസ്റ്ററായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിലാൾക്ക് പ്രോഗ്രഷൻ വന്നിരിക്കുന്നത് 1 ഷൂട്ടിങ് അല്ല 1 പാസിങ്, 4 ഡിസ്ചാർജ്, 4 ലോ ബോട്ട് സ്ട്രെങ്ത്, 9 ഏരിയയിൽ, 16 ഡിഫെൻഡിങ് ആണ് കേട്ടോ. ഇതിൽ കിട്ടിയ സ്റ്റാറ്റ്സ് വന്നിരിക്കുന്നത് പാസിംഗ് സെക്ഷൻ വരുമ്പോൾ എല്ലാവരും 80ൻ്റെ മുകളിലുണ്ട്. അതുപോലെ തന്നെ ഹെഡിങ് 81 ഉണ്ട്, ഡിഫൻസീവ് അവയർനെസ് 99, ഡിഫൻസീവ് എൻഗേജ്മെൻറ്റ് 100, ടാക്ലിങ് 102, അഗ്രഷൻ 97. എൻ്റെ പുണ്യ ആൾ 108 റേറ്റിംഗ് വരുന്നുണ്ട് ഈ ഇതിൽ പ്രോഗ്രഷനിൽ. അതുപോലെ സ്പീഡ് 86 ഉണ്ട്, ആക്സലേഷൻ 84 ഉണ്ട്, കിക്കിംഗ് പവർ 83 ഉണ്ട്, ജമ്പ് 92, ഫിസിക്കൽ കോണ്ടാക്റ്റ് 93, സ്റ്റാമിന 84. കുഴപ്പമില്ല, സെറ്റ് കാർഡാണ്, ഒരു രക്ഷയില്ല. ബെക്കൻബോറിൻ്റെ പണ്ടത്തെ ഒരു റേഞ്ചിക്ക് വരുന്നുണ്ട് ആൾ. ഇടയ്ക്ക് ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു, പണ്ടത്തെ കാർഡ് അറിയാലോ, ഫെസ്റ്റിലൊക്കെ സെറ്റ് സാധനമായിരുന്നു. സോ ആ ഒരു വൈബിക്ക് എത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്ത പ്ലെയറാണ് നമ്മളുടെ ആൽബർട്ട് ഫെറർ. സോ ഒഫൻസീവ് വിങ് ബാക്കാണ് ആൾ വന്നിരിക്കുന്നത്. ആൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഓഫ് ദി ബോൾ റൺ എന്ന് പറഞ്ഞ സ്കില്ലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. ആൾ റൈറ്റ് ബാക്കാണ്, ഞാൻ പറഞ്ഞല്ലോ. സോ ഇതിൽ പാസിങ് 7 കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രിബിളിങ് 4, ഡിസ്ചാർജ് 8, ലോ ബോൾ സ്ട്രെങ്ത് 11, ഏരിയയിൽ 4, ഡിഫെൻഡിങ് 8. ആൾ വേണമെങ്കിൽ സെൻറ്റർ ബാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് വേണ്ട, സെൻറ്റർ ബാക്ക് 3CB കളിക്കുന്ന സെൻറ്റർ ബാക്ക് യൂസ് ചെയ്യുന്ന കേട്ടോ. ചില ആൾക്ക് ഡ്രിബിളിങ് സെക്ഷനിൽ 80ൻ്റെ മുകളിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസീവ് നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ് അവയർനെസ് 92, ഡിഫൻസ് എൻഗേജ്മെൻറ്റ് 96 ഉണ്ട്, ടാക്ലിങ് 91 ഉണ്ട്, അഗ്രഷൻ 97 ഉണ്ട്, പിന്നെ സ്പീഡ് 99, ആക്സലേഷൻ 93, കിക്കിംഗ് പവർ 82, ജമ്പ് 85, ഫിസിക്കൽ കോണ്ടാക്റ്റ് 83, സ്റ്റാമിന 81 അല്ല സ്റ്റാമിന 97, ബാലൻസ് 81. സോ സെറ്റ് കാർഡാണ്, ഒരു രക്ഷയില്ല. ടോപ്പ് ക്വാളിറ്റി പറഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റി, കിടിലൻ പറഞ്ഞാൽ കിടിലൻ, ഒരു രക്ഷയില്ല കേട്ടോ. ഫെറർ റൈറ്റ് ബാക്കൊക്കെ പക്കയാണ്, ഡിഫൻസീവിലും ഒഫൻസീവിലും ആൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ ബെക്കൻബോറിന് വന്നിരിക്കുന്നത് ഫിനോയിൽ പാസ് പ്ലസ് ലോങ് റീ ടാക്കിൾ പറഞ്ഞ സ്കില്ലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഫെററിന് വന്നിരിക്കും ഫോർട്രസ് പറഞ്ഞ സ്കില്ലാണ്, സെറ്റാണ് ആളതിൽ. ഇനിയിപ്പോൾ അടുത്ത പ്ലെയറാണ് നമ്മളുടെ മറ്റേ ജപ്പാൻകാരൻ, ചെങ്ങയുടെ പേരാണ് ഇനി എടുക്കേണ്ടത്, ഹസിബി മക്കോട്ടോ ഹസിബി ഉണ്ട്. ഓക്കെ, സോ ആൾ കിടലിനാണ്, ഒരു രക്ഷയില്ല. ആൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ഷെഡ് ഡൗൺ പറഞ്ഞ ബൂസ്റ്ററാണ് കേട്ടോ. 105 റേറ്റിംഗ് വരുന്ന ഒരു സെൻറ്റർ ബാക്കാണ്. 150 ഹൈറ്റ് ഉണ്ട്, ബെക്കൻബോറിന് 181. ഇതിലാൾക്ക് കൊടുത്ത പ്രോഗ്രഷൻ പറയുന്നത് 1 പാസിങ്, ഡിസ്ചാർജ് 4, ലോ ബോഡി 5, ഏരിയയിൽ 12, ഡിഫെൻഡിങ് 11 കേട്ടോ.
സോ ഇതിൽ ഈ പറഞ്ഞ ഡ്രിബിളിംഗ് സെക്ഷനൊക്കെ വരുമ്പോൾ ഡ്രിബിൾ സെക്ഷൻ പാസിംഗ് ഒക്കെ 80ൻ്റെ മുകളിൽ ആൾക്ക് വരുന്നുണ്ട്. ബയൺ മ്യൂണിക്കിൻ്റെ ഒരു ലെജൻഡായിരുന്നു ആൾ. എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട് ആളുടെ കളിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു റിയൽ ലൈഫിൽ. ഗെയിമിലാണ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുപോലെ ഹെഡിങ് 85 ഉണ്ട്, ഡിഫൻസീവ് അവർനെസ് 98, ഡിഫൻസീവ് എൻഗേജ്മെൻറ്റ് 96, ടാക്ലിങ് 97, അഗ്രഷൻ 93. എൻ്റെ പുണ്ണ് എടാ അത്യാവശ്യം കിട്ടില്ല കേട്ടോ. ചേട്ടാ നമ്മുടെ സാധാ കാർഡ്സിനൊക്കെ ഇത് കിട്ടിയെങ്കിലും ഞാൻ ഈ ജപ്പാൻ ബയൺ മ്യൂണിക്ക് വന്നപ്പോൾ ഒന്ന് ത്രില്ലായി. വേണം ഇത് കൂട്ടി കൊടുക്കാട്ടോ നമുക്ക്. ഇതിനങ്ങനെ പ്രൊഗ്രഷൻ കൊടുത്താണ്. ഇതിൽ സ്പീഡ് ആൾക്ക് 85 ഉണ്ട്, ആക്സിലേഷൻ 82, കിക്കിംഗ് പവർ 81, ജമ്പ് 90, ഫിസിക്കൽ കോണ്ടാക്ട് 92, സ്റ്റാമിന 90. സ്വെച്ച് കാർഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല സെറ്റ് കാർഡാണ്. ടോപ്പ് ക്വാളിറ്റി പറയാം, പെട്ടേൻ്റെ പെട. അപ്പോൾ ആളും ഫോർസസ് പറഞ്ഞ സ്കില്ലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കിടിലൻ സ്കില്ലാണ് ആൾ. ഫോർസസ് ഭയങ്കര ഡിഫൻസീവിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും 3 പേരും അടിപൊളി പറയാം, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ അടുത്ത സംഭവം നമ്മളുടെ ആ സെലിബ്രേഷൻസ് ഇടുന്ന പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഒരു കാർഡ് വന്നതാണ്. സോ അതിൽ ഒരു രക്ഷയില്ലാത്ത കാർഡ്സ് തന്നെയാണ്. സോ മെയിനായിട്ട് ഇതിൽ ആദ്യം തന്നെ നമുക്ക് ലൗതാറോ മാർട്ടിനസ് ഉണ്ട്, അതുപോലെ തന്നെ പാൾമർ ഉണ്ട്, ഡിബാല ഉണ്ട്, റോജേഴ്സ് ഉണ്ട്, അതുപോലെ ഫെറാൻ ടോറസ് ഉണ്ട്. സോ ഇവരൊക്കെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഇതാ മുകളിൽ ഞാൻ കൊടുക്കാം കേട്ടോ, സൈഡിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഓക്കെ ഇനി പറയുമ്പോൾ ഇനി കുറേ ടൈം ഡിലേ ആവും. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിഫൻസീവിലും അതുപോലെ തന്നെ ഒഫൻസീവിലും ഒക്കെ ഡിബാലയ്ക്ക് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ഇതിൽ പറയാം. ഡിബാല പ്രൈമല്ല എനിക്കറിയില്ല, ഡിബാലയുടെ ഒരു വീക്ക് പേസ് തന്നെയാണ് ഇപ്പോഴും. ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും പ്രൈം വരച്ചാൽ വെൻഡസ് ഡിബാല എനിക്ക് അറിയാലോ ആ ലെവൽ ഏതാണ്. റോജേഴ്സ് കുഴപ്പമില്ലാത്തൊരു ഇതിലാവുകൊണ്ട്, പാൾമർ കുഴപ്പമില്ല, നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്, ഡ്രിബിളിങ്ങും എല്ലാം അടിപൊളിയാണ്, മാർട്ടിനസും അടിപൊളിയാണ്. ഓക്കെ, സെറ്റ് തന്നെയാണ്. എന്തായാലും സ്റ്റാറ്റ്സ് എല്ലാവരും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ എന്തായാലും നോക്കി നോക്ക്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഇവരുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ പറയാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.